ഇപ്പൊ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ എന്നെ തന്നെ ഒരു 10, 40, 50 ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. സർ, ആളെ കയറ്റണം, ആളെ കയറ്റില്ലേ പടം നിൽക്കില്ല, ഞങ്ങളാണ് സിനിമയെ നിലനിർത്തുന്നത്. ഞാൻ ഇന്ന് വരെ എവിടെയും ആളെ കയറ്റിയിട്ടില്ല. എൻ്റെ സിനിമ ഇപ്പോൾ റിലീസായി. ആദ്യത്തെ ഷോയ്ക്ക് 10 ആൾ വന്ന സ്ഥലമുണ്ട്, 8 ആൾ വന്ന സ്ഥലമുണ്ട്. 2 ആൾ വെച്ച് തിയേറ്റർ പാർട്ടി 2 ആൾ വെച്ചാണെങ്കിലും പടം കളിക്കും. ഇപ്പം എനിക്കറിയാം പെരിന്തൽമണ്ണ വിസ്മയ 2 ആൾ വെച്ച് അയാൾ പടം കളിക്കും. അപ്പോൾ ഇതൊന്നും എന്താന്ന് നോക്കട്ടെ. പിന്നെ പടം ഒരു ഷോയ്ക്ക് ഇപ്പം നമുക്കറിയാം പല സിനിമകളും ഇവിടെ വന്നിട്ട് അത് കണക്റ്റ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. പക്ഷെ സിനിമയുടെ വഴിക്ക് വിട്. എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന സിനിമയ്ക്ക്? നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കൂ. ബുക്ക് മൈ ഷോ എടുത്തിട്ട് ബോബി ഒന്ന് തിയേറ്ററിൽ പോയി നോക്കും. 100 ടിക്കറ്റ് ഉണ്ടെങ്കിൽ 10 ആളുണ്ടാവില്ല ഓഡിറ്റോറിയത്തിൽ. എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനിയും മാറ്റാൻ സമയമുണ്ട്. ഇത് മാറ്റിപ്പിടിച്ചാൽ ഇത് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഭാഷയിലും ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഏത് പടം എവിടുന്ന് വന്നാലും ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിൽ ബുക്കിംഗ് കാണിക്കും. അപ്പോൾ അതൊന്ന് മാറ്റിപ്പിടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഇതിനെതിരായിട്ട് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അസോസിയേഷനോ അങ്ങനെ ഒരു കൂട്ടായ്മയൊന്നും അതിനൊരു ഇതുവരെ അതിനൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അത് ഒരു യൂസ്ഫുൾ ആണെന്ന് കരുതിയിട്ടാണ് ഇവർ മുന്നോട്ട് പോരുന്നത്. ഉപയോഗമുള്ള സംഭവം അല്ലേ എന്ന് കരുതിയിട്ടാണ് മുന്നോട്ട് പോരുന്നത്. അതിനെക്കൊണ്ട് അത് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ അത് മാറ്റിപ്പിടിക്കേണ്ടതാണ്.